ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ചക്ക വരട്ടണേൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. ചക്ക വരട്ടണേൻ്റെ മെയിൻ കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പഴച്ചക്കയാണല്ലോ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര സുഖമൊന്നുമില്ല, പിന്നെ ഞങ്ങൾക്ക് അധികം കിട്ടാറുമില്ല. പിന്നെ ചക്ക വരട്ടിയതൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ എന്തായാലും ചക്ക ഒന്ന് വരട്ടാമെന്ന് വിചാരിച്ചേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. അത്ര വലിയ എളുപ്പമൊന്നുമല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ കുരുവൊക്കെ മാറ്റി വെച്ച ചക്ക നമുക്ക് കുക്കറിലിട്ടിട്ട് കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് ഒഴിച്ചിട്ട് അത് നമുക്കൊന്ന് വിസിലേറ്റി എടുക്കാം കേട്ടോ. ഇനി നമുക്കത് ചൂടാറിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാമേ. ഇനി മിക്സിയിൽ അടിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി അതേ സെയിം മിക്സിയിലിട്ടിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. റെഡിലിരിക്കുന്നത് 1-ാം പാലും മറ്റേ പാത്രത്തിലിരിക്കുന്നത് 2-ാം പാലുമാണേ. ഈ പാത്രത്തേക്ക് വെച്ച ചക്കയുടെ മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് വരണേ. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് 2-ാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 2-ാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമേ. പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാമേ. ഈ ചുമരുമ കാണുന്നതൊക്കെ ഇത് പൊട്ടിത്തെറിച്ചിട്ടുള്ളതാണ്. കയ്യിലോട്ട് പൊട്ടിത്തെറിക്കുന്നുള്ള കാരണം നമ്മളൊരു കയ്യിൽ ഒരു തുണി കെട്ടിയിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇത് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതായി വന്നപ്പോൾ കുറച്ച് ടേസ്റ്റ് ചെയ്യാനെടുത്തിട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് കട്ടിയാവാൻ വേണ്ടിയിട്ട് അതിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി നന്നായിട്ട് ഒന്ന് കട്ടിയാവണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാമേ. കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.